CPI വെഞ്ഞാറമൂട് മണ്ഡലം സെക്രട്ടറി PG ബിജുവിന് മോട്ടോർ വാഹനവകുപ്പിന്റെ വക അപ്രതീക്ഷിതമായി ഒരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. വെഞ്ഞാറമൂട്ടിൽ സുഖമായി വിശ്രമിക്കുകയായിരുന്ന ബിജുവിന്റെ വണ്ടി പെട്ടെന്ന് നെടുമങ്ങാട് വഴി പറന്നെന്നാണ് അധികൃതരുടെ കണ്ടുപിടുത്തം. ഹെൽമറ്റില്ലാതെ വണ്ടിയോടിച്ചതിന് പിഴയടയ്ക്കാൻ ചല്ലാൻ വന്നപ്പോഴാണ് ബിജു ഇക്കാര്യം അറിയുന്നത്. ചല്ലാൻ വന്ന സമയത്ത് അദ്ദേഹം തന്റെ വാഹനം പാർട്ടി ഓഫീസിനു മുന്നിൽ സുരക്ഷിതമായി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തന്റെ സ്കൂട്ടർ ഓഫീസിനു മുന്നിൽ വിശ്രമത്തിലായിരുന്നെന്നും ചല്ലാനിൽ കാണിച്ചിരിക്കുന്ന വാഹനത്തിന്റെ നമ്പറുമായി തന്റെ വണ്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്റെ പേരിൽ ഉള്ള ആക്ടിവ സ്കൂട്ടർ 2026 ജൂലൈ മാസം 3-ാം തീയതി വൈകുന്നേരം 6:18 എനിക്ക് ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെല്ലാൻ എനിക്ക് വരികയുണ്ടായി. ഞാൻ ആ ചെല്ലാൻ നോക്കുമ്പോൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന്റെ കീഴിൽ നിന്നാണ് ആ ചെല്ലാൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അന്നേ ദിവസം, അതായത് ജൂലൈ 3 വൈകുന്നേരം 5:30 മണി മുതൽ രാത്രി 8:30 മണി വരെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള എൻ്റെ പാർട്ടി ഓഫീസിന് മുന്നിലാണ് എൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ചെല്ലാനിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലുള്ള വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമല്ല. ആ ഫോട്ടോ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ വൈകുന്നേരം 6:20 ഫോട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് വരുന്നത് 6:18 വൈകുന്നേരം 6:18 മെസ്സേജ് വരുന്നത്. ആ ചെല്ലാൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഡേറ്റ് നോക്കുമ്പോൾ, ആ സമയം കൂടി നോക്കുമ്പോൾ വൈകുന്നേരം 6:05 ആ ചെല്ലാൻ ജനറേറ്റ് ചെയ്തതായിട്ട് ആ ചെല്ലാനിൽ കാണിക്കുന്നത്. ആ സമയത്ത് ഞാൻ CPIയുടെ വെഞ്ഞാറമൂട് മണ്ഡല കമ്മിറ്റി ഓഫീസിന്റെ അകത്ത് യുവരാജ് സാഹിതിയുടെ ഒരു കമ്മിറ്റിയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ വാഹനം ആ പാർട്ടി ഓഫീസിന് മുമ്പ് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ വാഹനം അവിടെ പോകേണ്ടതായിട്ടില്ല. കാരണം എനിക്ക് ഉറപ്പായ കാര്യമാണ്. ഒരു ബനിയനിട്ട പയ്യനാണ് വാഹനം ഓടിച്ചതായിട്ടാണ് ഫോട്ടോയിൽ കാണുന്നത്. അത് വളരെ അലക്ഷ്യമായി ഹൈവേ പോലീസ്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഹൈവേ പോലീസാണ് ഫോട്ടോ എടുത്തതെന്നാണ് നെടുമങ്ങാട് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം, SI ബന്ധപ്പെട്ടപ്പോൾ. അപ്പോൾ അത് വസ്തു മനസ്സിലാണ്. കാര്യം നമ്പർ വ്യക്തമല്ലെന്ന് കണ്ടാൽ ഏതെങ്കിലും ഒരു നമ്പറിന്റെ പുറത്ത് ചെല്ലാൻ ജനറേറ്റ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ അനുഭവം ഉണ്ട്. എനിക്കല്ല, പലരും അത് പറയാറുണ്ട്. അപ്പോൾ വ്യക്തമായി, അതായത് ട്രാഫിക് വയലേഷൻ നടത്തിയാൽ വ്യക്തമായി ആ വാഹനത്തിന്റെ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ചെല്ലാൻ ജനറേറ്റ് ചെയ്യാനും പെറ്റി അടയ്ക്കാനുള്ളത്. അന്ന് ഞാൻ വൈകുന്നേരം 5:25 ഇവിടെ വരികയും പാർട്ടി ഓഫീസിൽ വച്ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ 5 മണിക്ക് ശേഷം പെരുപ്പംകോടുന്നാണ് ഞാൻ ഈ വാഹനത്തിൽ ഇങ്ങോട്ട് വരുന്നത്. അന്ന് നെടുമങ്ങാട് പോയില്ല. ഞാൻ നെടുമങ്ങാട് പോകേണ്ട യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ വാഹനത്തിന്റെ ഫോട്ടോ എടുത്താൽ കണ്ടാൽ അതിന്റെ പുറക്കെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിലുള്ള ചെല്ലാനടച്ച വന്നിട്ടുള്ള ഫോട്ടോയിൽ ഗ്രില്ലുണ്ട്. എൻ്റെ വാഹനത്തിന്റെ പുറക്കെ ഗ്രില്ലും ഇല്ല. അത് ഞാൻ ഈ പറയുന്ന വസ്തു വ്യത്യാസമാണെങ്കിൽ ഞാൻ വെഞ്ഞാറമൂടിന്റെ സമയത്തുള്ള CCTV 5 മണിക്കോ അല്ലെങ്കിൽ 5:30 വെഞ്ഞാറമൂട് ജംഗ്ഷൻ സമയത്തോടെ ഞാൻ കടന്നു CCTV പരിശോധിക്കാമല്ലോ.